പ്രിയമുള്ളവരെ, കേരളത്തിലെ CPM നേതാക്കന്മാരുടെ ധാർഷ്ട്യവും അഹങ്കാരവും എല്ലാം ചേർന്ന് ആ പാർട്ടിയെ ബംഗാളിലെയോ ത്രിപുരയിലെയോ ഒരവസ്ഥയിൽ കൊണ്ടെത്തിച്ചേക്കും എന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. പ്രത്യേകിച്ചും ഇന്ന് മുതിർന്ന CPM നേതാവ് രക്തസാക്ഷി കുടുംബത്തിൽ നിന്ന് വരുന്ന സുധാകരൻ പാർട്ടി വിടും എന്ന ഒരു വാർത്ത മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവ് വേണുഗോപാലുമായിട്ടൊക്കെ വളരെ ആത്മബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ്. അദ്ദേഹം കോൺഗ്രസിലെത്താനും അമ്പലപ്പുഴ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാനുമുള്ള സാധ്യതകൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തെ സംബന്ധിച്ച് വേദനയുണ്ടാക്കുന്ന ഒരു പ്രസ്താവന ഗോവിന്ദൻ മാഷിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അതാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത് എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതായത് ഗോവിന്ദൻ മാഷിനോട് പത്രലേഖകർ ചോദിക്കുന്നുണ്ട്, സുധാകരനെ അമ്പലപ്പുഴ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ പരിഗണിക്കുന്നുണ്ടോ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയാകാനെന്ന്. അപ്പോൾ ഗോവിന്ദൻ മാഷ് പുച്ഛം കലർന്ന സ്വരത്തിൽ പറയുന്നു, ഒരിക്കലുമില്ല, ഹ ഹ ഹ എന്ന് പറയുന്ന ഒരു വിടൻ ചിരിയുമൊക്കെ ചിരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത് സുധാകരനെ അപമാനിക്കുന്നതിന് സമാനമായ ഒരു പ്രസ്താവനയും പരാമർശവുമാണ്. അത് അദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പാർട്ടി വിടുവാനുള്ള തീരുമാനമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും സുധാകരന് പാർട്ടി അർഹിക്കുന്ന സ്ഥാനമാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. 4 പ്രാവശ്യം അദ്ദേഹം വിജയിച്ചിരുന്നു. 7 പ്രാവശ്യമോ മറ്റോ പാർട്ടി മത്സരിക്കുന്നതിന് അവസരം കൊടുത്തിരുന്നു. അതിൽ 4 പ്രാവശ്യം വിജയിച്ചിരുന്നു. 2 പ്രാവശ്യം അദ്ദേഹം മന്ത്രിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗോവിന്ദൻ മാഷിനോട് പത്രക്കാർ ചോദിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് ഒരു ഡിപ്ലോമാറ്റായിട്ടുള്ള മറുപടി പറയാമായിരുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. അദ്ദേഹത്തിന് പറയാമായിരുന്നു, സുധാകരൻ മുതിർന്ന നേതാവാണ്, അദ്ദേഹത്തെയും പരിഗണിക്കും എന്ന ഒരു മറുപടി പറഞ്ഞ് അദ്ദേഹത്തിന് ഒഴിവാകാമായിരുന്നു. പക്ഷേ അദ്ദേഹം സുധാകരനെ അപമാനിക്കുന്ന രീതിയിൽ ഒരു വിടൻ ചിരിയൊക്കെ ഒക്കെ ചിരിച്ച് ഒരിക്കലുമില്ല എന്ന മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും സുധാകരനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അദ്ദേഹം പാർട്ടി വിടുന്നതിന് തന്നെയാണ് സാധ്യത. അദ്ദേഹം കോൺഗ്രസ് എത്തുവാൻ തന്നെയാണ് സാധ്യത എന്ന രീതിയിൽ തന്നെയാണ് വിശകലനങ്ങളൊക്കെ പുറത്തു വരുന്നത്. CPMനെ സംബന്ധിച്ച് അത് ഒരു പിണറായി ലിമിറ്റഡ് കമ്പനി എന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും പിണറായി പറയുന്നത് മാത്രമായി ആ പാർട്ടിയുടെ നിയമങ്ങൾ എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. 2 ടേം വ്യവസ്ഥ അത് പിണറായിയുടെ ഇഷ്ടം പോലെ മാറി മറിയുന്നുണ്ട്. സുധാകരനെയും തോമസ് ഐസക്കിനെയും ഒക്കെ വെട്ടിനിരത്തുവാൻ ഈ 2 ടേമിൽ കാലാവധി പൂർത്തിയാക്കിയ ആളുകൾക്ക് മത്സരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ 2026 നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ 2 ടേം വ്യവസ്ഥ ബാധകമാകുന്നില്ല. 2 ടേമും 3 ടേമും ഒക്കെ കഴിഞ്ഞ ആളുകൾക്ക് മത്സരിക്കാമെന്ന് പറയുന്നു. അതുപോലെ മട്ടന്നൂരിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ശൈലജ ടീച്ചറെ ഇപ്പോൾ പേരാവൂരിലോട്ട് മാറ്റുന്നുണ്ട്. അതിന് പറയുന്ന ഒരു ന്യായീകരണം, മട്ടന്നൂരിൽ വലിയ ഭൂരിപക്ഷത്തിൽ പാർട്ടി വിജയിക്കുന്ന സീറ്റിൽ വിജയിക്കാൻ ശൈലജ ടീച്ചറെ ആവശ്യമില്ല. ശൈലജ ടീച്ചർ പേരാവൂരിൽ പോയി UDFൻ്റെ സീറ്റ് പിടിച്ചെടുക്കട്ടെ എന്നാണ്. പക്ഷേ ധർമ്മടത്ത് തന്നെ പിണറായി വീണ്ടും മത്സരിക്കുന്നുണ്ട്. ധർമ്മടത്ത് നിന്ന് മാറി പിണറായിയോട് ഇരിക്കൂറിൽ പോയി പിടിച്ചെടുത്തുകൂടെ ആ സീറ്റ് LDFനെന്ന് ചോദിക്കുവാൻ ആരുമില്ല. അങ്ങനെ നട്ടലുള്ളവർ ആരും CPMൽ ഇല്ലായിരിക്കുന്നു. UDFൽ എത്തുന്നതോടുകൂടി അമ്പലപ്പുഴയിലും ആലപ്പുഴയിലെ മറ്റുള്ള മണ്ഡലങ്ങളിലും കായംകുളത്തും ഹരിപ്പാടും ഒക്കെ അതിൻ്റെ പ്രതിധ്വനികൾ ഉണ്ടാകും എന്നത് യാഥാർത്ഥ്യമാണ്. ആ മണ്ഡലങ്ങളിലൊക്കെ UDF കുറച്ചുകൂടി വ്യക്തവും ശക്തവുമായ വിജയം നേടുന്നതിന് അതിന് കാരണമാകും. കാരണം ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് അത്രത്തോളം അഭികാമ്യനായ നേതാവാണ് സുധാകരൻ. അദ്ദേഹത്തിൻ്റെ ചുവടുമാറ്റം UDFലേക്ക് ഉണ്ടാകുകയാണെങ്കിൽ, കോൺഗ്രസിലേക്ക് ഉണ്ടാകുകയാണെങ്കിൽ, അത് ആലപ്പുഴ ജില്ലയിൽ ഒരുപക്ഷെ നേരത്തെ KR ഗൗരിയമ്മ LDF വിട്ട് JSS എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ടാക്കി UDFൽ ചേർന്നതിന് സമാനമായ പ്രത്യാഘാതങ്ങൾ LDFൽ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം ഒരുപക്ഷെ അമ്പലപ്പുഴയിൽ മത്സരിക്കും എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ പടരുന്നത്. അമ്പലപ്പുഴ മണ്ഡലത്തെ സംബന്ധിച്ച് 2001 സുഗതൻ CK സദാശിവനെ പരാജയപ്പെടുത്തിയതൊഴിച്ചാൽ അത് കോൺഗ്രസിന് അപ്രാപ്യമായ ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ 2-3 പ്രാവശ്യമായി വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരുന്ന ഒരു ചരിത്രമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. 2021 H സലാം M ലിജുവിനെ പരാജയപ്പെടുത്തിയത് 11,125 വോട്ടുകൾക്കാണ്. 2016 സുധാകരൻ ഷെക് പി ഹാരിസ്, അന്ന് JDUവിനായിരുന്നു സീറ്റ്, 22,000 പരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയ മണ്ഡലം. അതായത് ആ മണ്ഡലത്തിൻ്റെ ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ അത് 2001 സുഗതൻ വിജയിക്കുന്നതൊഴിച്ച് ബാക്കി എല്ലാ സമയത്തും അവിടെ LDFന് പ്രത്യേകിച്ചും CPMന് അപ്രമാദിത്യമായ വിജയം സമ്മാനിച്ച ആ മണ്ഡലം, അത് സുധാകരൻ UDFൽ കടന്നു വരുന്നതോടുകൂടി, അവിടെ സ്ഥാനാർത്ഥിയാകുന്നതോടുകൂടി കോൺഗ്രസിൻ്റെ കൈകളിലേക്ക് എത്തിച്ചേരും എന്ന വിശകലനം തന്നെയാണ് പ്രധാനമായും പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും അവിടെ H സലാം CPM സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ
അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് തന്നെ ഒരുപാട് എതിർപ്പുകളുണ്ട്. സുധാകരൻ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുന്ന പക്ഷം ആ മണ്ഡലം കോൺഗ്രസ് പിടിച്ചെടുക്കും. പക്ഷേ സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അനുജൻ രക്തസാക്ഷിയാണ്. KSUമായിട്ടുള്ള രാഷ്ട്രീയ സംഘടനത്തിലാണ് കൊല ചെയ്യപ്പെട്ടത് എന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ അനുജൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് സുധാകരൻ എത്താൻ കഴിയുമോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. അതുമാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്ന ഒരു സംശയം. നമ്മൾ ആ മണ്ഡലത്തിലെ ലോക്കൽ ബോഡി ഇലക്ഷൻ റിസൾട്ടിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ അമ്പലപ്പുഴ നോർത്ത് പഞ്ചായത്തിൽ UDF 3, LDF 9, BJP 1 എന്നാണ് കക്ഷിനില. ആ പഞ്ചായത്ത് LDFന് പോകുന്നു. അമ്പലപ്പുഴ സൗത്തിലെടുത്താൽ UDF 5, LDF 7, BJP 4 അതും LDFന് പോകുന്നു. പുന്നപ്ര നോർത്ത് എടുത്താൽ UDF 3, LDF 10, BJP 0. പുന്നപ്ര സൗത്ത് എടുത്താൽ അവിടെ 11-6-3, പുറക്കാട് എടുത്താൽ 9-6-3. അങ്ങനെ 3 പഞ്ചായത്തുകൾ അവിടെ UDFന് ഉണ്ട്. അതുപോലെ ഒരു മുനിസിപ്പാലിറ്റി ഉണ്ട്. 2 പഞ്ചായത്ത് UDFനുണ്ട്, ഒരു മുനിസിപ്പാലിറ്റി ഉണ്ട്. 3 പഞ്ചായത്തുകൾ LDF ലീഡ് ചെയ്യുന്നു. മുനിസിപ്പാലിറ്റിയുടെ ഒരു കണക്കെടുത്താൽ 20 മുതൽ 44 വരെയുള്ള വാർഡുകൾ, 25 വാർഡുകളാണ് അവിടെ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ ഉള്ളത്. ആ 25 വാർഡുകളാണ് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായി അമ്പലപ്പുഴ നിയമസഭാ നിയോജക മണ്ഡലത്തിലുള്ളത്. ആ 25 വാർഡുകളിൽ 13 വാർഡുകൾ UDFനുണ്ട്, 10 വാർഡുകൾ LDFനുണ്ട്, 1 വാർഡ് PDPക്കും 1 വാർഡ് STPക്കുമാണുള്ളത്. അതായത് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലും അമ്പലപ്പുഴ നിയമസഭാ നിയോജക മണ്ഡലത്തിന് കീഴിൽ വരുന്ന ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലും UDFന് 3 വാർഡുകളുടെ ഒരു ലീഡുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെടുത്തിയാൽ LDF അമ്പലപ്പുഴ ജില്ലാ പഞ്ചായത്തിലും UDF അമ്പലപ്പുഴ ജില്ലാ പഞ്ചായത്തിലും LDF പുന്നപ്രയിലുമാണ് ലീഡ് ചെയ്യുന്നത്. 1-1 എന്ന ഒരു സ്കോർ ബോർഡാണ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുമുള്ളത്. ലോക്സഭാ ഇലക്ഷൻ്റെ റിസൾട്ട് എടുത്താൽ 12,000-ൽ പരം വോട്ടുകൾക്ക് അവിടെ വേണുഗോപാൽ തൊട്ടടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി AM ആരിഫിനേക്കാൾ ആലപ്പുഴ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ കീഴിൽ വരുന്ന ഈ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്ന് അമ്പലപ്പുഴ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്ന് ലീഡ് ചെയ്യുന്നുണ്ട്. 3-ാം സ്ഥാനത്തുള്ള ശോഭാ സുരേന്ദ്രനും AM ആരിഫും തമ്മിലുള്ള വോട്ട് വ്യത്യാസം വെറും 100 വോട്ടുകൾ ആണ് എന്ന ഒരു കാര്യവും കൂടിയുണ്ട്. അതായത് UDFന് ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ ഒരു റിസൾട്ട് എടുത്താൽ പോലും അവിടെ ഇപ്പോൾ ഈ അവസരത്തിൽ ഒരു ലീഡുണ്ട്. പക്ഷേ അത് ഒരുപക്ഷെ നിയമസഭാ ഇലക്ഷനിൽ പ്രതിഫലിക്കണം എന്ന ഒരു സ്വഭാവം അമ്പലപ്പുഴയെ സംബന്ധിച്ചില്ല. പക്ഷേ സുധാകരൻ എന്ന് പറയുന്ന രാഷ്ട്രീയ അധികായകൻ, ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും പരമോന്നതനായ ഒരു രാഷ്ട്രീയ നേതാവ്, CPMുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസിൽ എത്തുന്ന പക്ഷം ആ മണ്ഡലം അത് UDFിലേക്ക് എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ കിട്ടുന്ന എല്ലാ വിവരങ്ങളും നമ്മൾ ക്രോഡീകരിച്ച് പറയുകയാണെങ്കിൽ സുധാകരൻ കോൺഗ്രസിൽ എത്തും എന്ന് തന്നെയാണ് വിശദീകരണങ്ങളും വിശകലനങ്ങളും ഒക്കെ കാണിക്കുന്നത്. പ്രത്യേകിച്ചും വേണുഗോപാലുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം അതിന് വിഘാതമായി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനുജൻ KSUമായിട്ടുള്ള രാഷ്ട്രീയ സംഘടനത്തിൽ കൊല ചെയ്യപ്പെട്ടു എന്നത് മാത്രമാണ്. എന്തായാലും സുധാകരൻ UDFിലെത്തുന്നതോടെ ആലപ്പുഴ ജില്ലയുടെ രാഷ്ട്രീയ ചിത്രം മാറും. അത് UDFന് അനുകൂലമായി മാറും എന്ന വലിയ വിലയിരുത്തൽ തന്നെയാണ് വരുന്നത്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.